ഇന്ന് നമുക്കേ കുറച്ച് ഞാലിപ്പൂമ്പഴം ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമുക്കിന്ന് വാഴയിലക്കകത്ത് അടയുണ്ടാക്കാം. തണുപ്പൊക്കെ ആയതുകൊണ്ട് ആർക്കും പഴം തിന്നാൻ കഴിയില്ലല്ലോ. ലീല ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അരിപ്പൊടിയും കൊണ്ടാണ് അടയുണ്ടാക്കുന്നത്. കുറച്ച് അരിപ്പൊടി എടുത്തു. കുറച്ച് പേരുള്ളതുകൊണ്ട് നമുക്കിതൊക്കെ മതി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കതിനകത്തേക്ക് കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലപോലെ ഇളക്കി. നേരത്തെയൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ അടയൊക്കെ ഉണ്ടാക്കി ഇഷ്ടം പോലെ തിന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ടാണ് പഴമൊന്നും വെച്ച് അട ഇങ്ങനെ ഉണ്ടാക്കാത്തത്. കുഞ്ഞ് കഴിച്ചിട്ടില്ലല്ലോ പഴം വെച്ചൊന്നും. എന്നാൽ ചമ്മച്ചി പഴം വെച്ചൊക്കെ അട ഉണ്ടാക്കി തരാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകവും ഏലക്കായും കൂടെ ചതച്ച് ചേർക്കാം. നമുക്കൊരു 5-6 പഴം പൊളിച്ചേ ഇതിനകത്ത് മിക്സിയിലോട്ട് അടിച്ച് ഇതിന് ചേർക്കാം. എടുത്തു. മിക്സിയിലേക്ക് അരച്ചെടുത്ത പഴം ഇതിനകത്തേക്ക് ഇടുകയാണ്. കുറച്ചും കൂടെ ഒന്ന് ഇത് നല്ലപോലെ അരച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഇച്ചിരി കുറച്ച് അരവിലെടുക്കാം. ഇടയ്ക്കൊന്ന് കടിച്ചിരിക്കാം. ഇതിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അരിപ്പൊടിയും പഴമൊക്കെ നല്ലപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ശർക്കരയും കൂടെ ചീകി തേങ്ങയും കൂടെ കുഴച്ച് അകത്ത് വെച്ച് ഇലയ്ക്കകത്ത് പരത്തി ചുട്ടെടുക്കാം. ഇന്ന് നമ്മൾ അടയുണ്ടാക്കുന്നത് അടുപ്പിൽ തീ കത്തിച്ച് കല്ലടുപ്പ് വെച്ച് അത് ചുട്ടെടുക്കാം. ഇനി നമുക്കിത് ഇലയ്ക്കകത്തൊന്ന് പരത്തിയെടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ശർക്കരയും തേങ്ങയും കൂടെ നടുക്കോട്ട് വെച്ചിട്ട് മടക്കിയെടുക്കാം. കല്ല് ചൂടായിട്ടുണ്ട്. നമുക്കിത് കല്ലിലോട്ട് വെക്കാം.
ഇത് അവിടെ ഇരുന്ന് കുറച്ച് നേരം വേകട്ടെ. വെന്ത് കഴിഞ്ഞ് നമുക്ക് ഒന്ന് മറിച്ചിടണം. ഇതിൻ്റെ ഒരു സൈഡ് വെന്തിട്ടുണ്ട്, നമുക്കിതൊന്ന് മറിച്ചിടാം. നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് ഇതൊന്ന് ഇല കളഞ്ഞ് നോക്കാം. റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇലയട റെഡി ആയിട്ടുണ്ട്. 4 മണിക്കാപ്പിക്കൊക്കെ നല്ലതാണ് കഴിക്കാൻ. പഴമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പുതിയൊരു വീഡിയോയായിട്ട് വീണ്ടും കാണാം.